പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ത്രിയേക ദൈവമേ, സ്തുതിക്കുന്നപ്പ, വാഴ്ത്തുന്ന, ആരാധിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈശോനാഥ, ഞങ്ങൾക്ക് ഇന്നൊരു അനുഗ്രഹമായ ദിവസം തന്നതിനായി നന്ദി പറയുന്നു. കൂടുതൽ കൂടുതൽ സമയം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം തരികയും പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ ചിറകിൻ കീഴിൽ പരിപാലിക്കുകയും ദൈവകൃപയിൽ ഞങ്ങളെ നടത്തുകയും ചെയ്തതിനെ ഓർത്തു നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്ന ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദുർസ്വപ്നം കാണാൻ ഇടയാക്കല്ലേ അപ്പ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളിൽ ആരിലും അടുത്തു വരുവാനോ ഉപദ്രവിപ്പാനോ ഇടയാക്കാതെ അവിടുത്തെ കരുതലും കൃപയും കൂടെ ആയിരിക്കണമേ. ഒരു കള്ളന്മാരോ ഒരു അക്രമികളോ ഞങ്ങളുടെ കാമ്പൗണ്ടുകളിലോ ഞങ്ങളെയോ ഞങ്ങൾക്കുള്ളവരെയോ നോട്ടം വയ്ക്കുവാനോ കടന്നുകൂടുവാനോ ഇടവരാതെ അവിടുത്തെ മാലാഖമാരാൽ കോട്ട കെട്ടി സംരക്ഷണം നൽകണമേ നാഥ. ഈ രാത്രിയിൽ ഞങ്ങളിലെ ആരെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളിൽ നിന്ന് ഇന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള സകല പാപവും എൻ്റെ കർത്താവിൻ്റെ തിരുമാറിൽ നിന്നൊഴുകിയ തിരുജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുവചനം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 62-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു, 2 പ്രാവശ്യം ഞാൻ അത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവെ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. കർത്താവിൻ്റെ വചനം. 5 മിനിറ്റ് ധ്യാനിച്ച് 4 ചുറ്റും കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. നാളെ ഒരു നല്ല പ്രഭാതത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം.